ശബരിമലയിലെ സ്വർണ്ണപീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തിച്ചിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. പീഠവും സ്വർണ്ണപ്പാളിയും ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തിയതായും സംശയം. ഭക്തരിൽ നിന്ന് പണം തട്ടിയെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. വിവരങ്ങൾ സുജു ബാബു നൽകും പത്തനംതിട്ടയിൽ നിന്ന്. സുജു, ഏറ്റവും ഗൗരവതരമായ വിഷയമാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണിപ്പോൾ ഇയാൾക്കെതിരെ ഉയരുന്ന സംശയങ്ങൾ, മറ്റു കാര്യങ്ങൾ? മനു, ഇന്നലെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി വ്യാജമാണെന്ന് തെളിയുകയും മാത്രമല്ല കാണാതായ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ആ വീട്ടിൽ കൊണ്ടുവച്ചെന്ന തെളിവുകളും സഹോദരിയുടെ മൊഴിയുമാണ് പുറത്തു വന്നത്. ഇന്ന് വിഷയം കൂടുതൽ ഗൗരവമുള്ളതായി മാറുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം ഒരു ഘട്ടത്തിലും ശബരിമലയിൽ എത്തിച്ചിട്ടില്ലെന്ന് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം അവിടെ എത്തിച്ചെന്നൊരു കളവ് പറയുകയും അത്തരം ഒരു പ്രചരണം നടത്തിയത്? അത്തരം പ്രചരണം നടത്തി ഭക്തരിൽ നിന്ന് പൂജ നടത്തി പണം സമാഹരിച്ചെന്ന സംശയം ബലപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെല്ലാം കുടപിടിച്ച പ്രതിപക്ഷമാണ് മനസ്സിലാകുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ ഓരോ ഘട്ടത്തിൽ പൊളിഞ്ഞു വീഴുമ്പോഴും പ്രതിപക്ഷത്തിനു കൂടിയാണ് തിരിച്ചടിയാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും സ്വർണ്ണക്കള്ളക്കാരെന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് കൂടിയാണ് പ്രതിരോധത്തിലാവുന്നത്. മനു. ശരി, സുജു ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോറ്റി അത്ര നീറ്റല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതായാലും അതിന് തുടർ അന്വേഷണം നടക്കുന്നു. മറ്റു വിവരങ്ങളൊക്കെ വരും സമയങ്ങളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.